കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെയാൾ ഈ മരുഭൂമിയിൽ വീഴുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞുതിരിയും. പ്രിയപ്പെട്ടവരെ, ഉഗ്രമായ ദൈവത്തിൻ്റെ കോപം, അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. കാരണം താൻ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജനത്തെ വഴിതിരിപ്പിച്ച 10 നേതാക്കന്മാർ, അവരാരും അവരുടെ ഈ തലമുറയിൽപ്പെട്ട ആരും തന്നെ കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല എന്ന ഉഗ്രമായൊരു ശബ്ദം കർത്താവ് എടുത്തു. ഈ അവിശ്വസ്തത കാണിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ദേശത്ത് പ്രവേശിക്കില്ല എന്ന് തീരുമാനിച്ച ആ ജനത്തെ തൻ്റെ കരുണ കൊണ്ട് പ്രവേശിപ്പിക്കുവാൻ ദൈവം തയ്യാറായില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നൂനിൻ്റെ മകനായ ജോഷുവായും കാലേബും മാത്രമേ ഈ തലമുറയിൽപ്പെട്ടവരിൽ കനാൻ ദേശത്ത് പ്രവേശിക്കുകയുള്ളൂ എന്നും ബാക്കിയുള്ള അവസാനത്തെ ആളും മരിച്ചു വീഴുന്നതുവരെയും കനാൻ നാട്ടിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നും ദൈവം അരുളി ചെയ്യുകയാണ്. അടുത്ത തലമുറയിൽപ്പെട്ടവർ മാത്രമേ കനാൻ നാട്ടിൽ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തലമുറ മുഴുവൻ നശിച്ചു പോകുന്നതുവരെ എന്ന് പറഞ്ഞാൽ 40 വർഷക്കാലം അവരെല്ലാവരും മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവികമായ കാര്യത്തെ, ദൈവികമായ സംവിധാനങ്ങളെ, ദൈവികമായ ഇടപെടലുകളെ വിശ്വസിക്കുക, അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് ദൈവം അരുളി ചെയ്യുന്ന പ്രവചനങ്ങൾ, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ, അത് പ്രാവർത്തികമാകുമെന്ന് നാം വിശ്വസിക്കണം. ഒരു കനാൻ ദേശം നമുക്ക് സ്വന്തമായി തരുമെന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നാം നഷ്ടധൈര്യരാകാതെ മുന്നോട്ട് പോകണമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിൽ നാം പിന്നോട്ട് പോകുവാൻ പാടില്ല. ദൈവാശ്രയ ബോധത്തോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ സ്നേഹം നമുക്കുണ്ടാവുകയും അങ്ങനെ മരുഭൂമിയിലെ നാടോടികളായി അലയുവാനുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുകയും പാലും തേനും ഒഴുകുന്നൊരു ദേശം നമുക്ക് കൺമുൻപിൽ നമുക്ക് സ്വന്തമായി നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒഴുക്കിനെതിരെ നീന്തുന്ന ജീവിതമാണ്. എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പറയുമ്പോഴും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവേശിക്കുമെന്നൊരു ബോധ്യം പറയാൻ പറ്റുന്നവന് മാത്രമേ ഈ ദേശത്തിന് അർഹതയുള്ളൂ എന്നും വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുള്ള ജീവിതമാണ്, തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ജീവിതമല്ല. അപ്പോൾ അങ്ങനെ തെറ്റായ ധാരണകൾ ഒരാളിലേക്ക് പകരുമ്പോൾ അത് തികച്ചും ഒരിക്കലും നമുക്ക് പൊറുക്കാനാവാത്ത ഒരു തെറ്റാണ് എന്നുകൂടി നാം ഓർത്തിരിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.